ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ആവേശ പോരാട്ടത്തിനൊടുവിൽ ഒഡീഷ എഫ് സിയെ പരാജയപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു. 2-നെതിരെ 3 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം ഒരു ഗോൾ വഴങ്ങിയത് ബ്ലാസ്റ്റേഴ്സ് ആണ്, പക്ഷേ പിന്നീട് 2 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടിച്ചു. പിന്നീട് ഒരു ഗോൾ കൂടി വഴങ്ങേണ്ടി വന്നു. പക്ഷേ മത്സരത്തിന്റെ അവസാനത്തിൽ നോവ സദോയ് നേടിയ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം നേടിക്കൊടുക്കുകയായിരുന്നു. ശരിയാണ്, ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. പക്ഷേ പ്രതിരോധത്തിന്റെ കാര്യവും അതുപോലെ തന്നെ ഗോൾ കീപ്പറുടെ കാര്യവും നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഗോൾ വഴങ്ങുകയായിരുന്നു. ജെറിയാണ് ആ ഒരു ഗോൾ നേടിയിട്ടുള്ളത്. ഡോറിയൽട്ടന്റെ ആ ഒരു ശ്രമഫലമായിക്കൊണ്ടാണ് ആ ഗോൾ പിറന്നിട്ടുള്ളത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന പ്രീതം കോട്ടാലിന്റെ പിഴവ് അവിടെ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം ഡോറിയൽട്ടനെ ഒന്ന് ചാലഞ്ച് ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. അതിന്റെ പരിണിത ഫലമായിക്കൊണ്ടാണ് അവിടെ ആ ഒരു ഗോൾ പിറന്നിട്ടുള്ളത്. ഇനി മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ ഗോൾ വഴങ്ങിയ സാഹചര്യം എല്ലാവർക്കും അറിയാം. ഒഡീഷയ്ക്ക് ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയായിരുന്നു. വളരെ ഡേഞ്ചറായ പൊസിഷനിൽ നിന്നാണ് ഫ്രീ കിക്ക് ലഭിച്ചത്. അതിന് കാരണക്കാരനായതും ഇതേ പ്രീതം കോട്ടാൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫൗളാണ് അവിടെ ആ ഒരു ഫ്രീ കിക്ക് അവർക്ക് നേടിക്കൊടുത്തിട്ടുള്ളത്. സന്ദീപ് സിംഗിന്റെ പൊസിഷനിങ്ങും അവിടെ തെറ്റായിരുന്നു എന്നുള്ളത് പറയേണ്ടി വരും. ആ ഫ്രീ കിക്കിൽ നിന്നും വളരെ അപകടകരമായ ഷോട്ടുകൾ വന്നു. പക്ഷെ അത് കൃത്യമായി ക്ലിയർ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരക്ക് കഴിഞ്ഞില്ല. സച്ചിൻ സുരേഷ് വീണ്ടും പഴയപടിയുള്ള മിസ്റ്റേക്കുകൾ ആവർത്തിക്കുന്നത് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് പലപ്പോഴും അദ്ദേഹം താഴേക്ക് പഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാകുന്നുണ്ട്. ഒന്നുകിൽ അദ്ദേഹം അത് കൈപ്പിടിയിൽ ഒതുക്കണം, അല്ല എന്നുണ്ടെങ്കിൽ അത് മുകളിലേക്ക് വളരെ കൃത്യമായ രൂപത്തിൽ പഞ്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പുറത്തേക്ക് പഞ്ച് ചെയ്തുകൊണ്ട് അതിന്റെ ആ ഒരു അപകടം ഒഴിവാക്കണം. അത്തരത്തിലുള്ള അപകടം ഒഴിവാക്കാൻ സച്ചിൻ സുരേഷിന് കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ മത്സരത്തിലും അദ്ദേഹം ആ ഒരു പിഴവ് വരുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. സച്ചിൻ സുരേഷും അതുപോലെ തന്നെ പ്രീതം കോട്ടാലും ഇന്ന് പ്രതീക്ഷിച്ച പോലെ തിളങ്ങിയിട്ടില്ല. അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ 2 ഗോളുകൾ വഴങ്ങാൻ കാരണമായിട്ടുള്ളത്. അതേസമയം നവോച്ച സിംഗ് ഈ മത്സരത്തിൽ ഒരു യെല്ലോ കാർഡ് വഴങ്ങിയിട്ടുണ്ട്. അതായത് ഈ സീസണിൽ 4 യെല്ലോ കാർഡുകൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല, സസ്പെൻഷനാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയുള്ള മത്സരത്തിൽ നവോച്ചയുടെ അഭാവത്തിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.